വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കട്ട്ലേറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുമ്പം ഈ ഒരു കട്ട്ലേറ്റിൻ്റെ രുചി ഇരട്ടിയാവും. അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി കൂടുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, വളരെ നുള്ള് മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്, വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടിയും പിന്നെ കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലോ അല്ലെങ്കിൽ പാനിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഏകദേശം ഈ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൂടി കൊണ്ട് അടച്ച് ഏകദേശം ഒരു 5-10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേ കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 10-15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, ഒരു 3 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊട്ടറ്റോ, ഒരു 400 ഗ്രാമോളം നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ 1/2 കിലോ ആണെങ്കിൽ ഏകദേശം ഒരു 400 ഗ്രാമോളം എടുക്കുക. പിന്നെ ഒരു പാൻ വെച്ചു. ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചി പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു ലൈറ്റ് കളറാവുന്നവരെ നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറണം. എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുവിധം പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച്, നിങ്ങളുടെ എരിവനുസരിച്ച്. ഞാനിപ്പോൾ ഒരുപാട് എരിവിലൊന്നും അല്ല എടുക്കുന്നത്, കുട്ടികൾക്ക് കഴിക്കാവുന്നതുകൊണ്ട് വളരെ ഒരു മീഡിയം എരിവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ പച്ചമുളകിൻ്റെയും അതുപോലെ കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചെറിയ ഉള്ളി കൂടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ചെറിയ ഉള്ളി ഏകദേശം ഒരു 3-4 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുമ്പം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാളയാണ്, ഒരു 3-4 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്, ചെറുതായിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സവാളയും ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇടുക. ആദ്യം നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് ട്രാൻസ്പെറൻറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. ഒരുപാട് മസാലപ്പൊടി നമ്മൾ ഇതിലേക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു ടീസ്പൂണോളം ഗരം മസാല, ഇത്രയുമാണ് നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് അഥവാ എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് ആ ഒരു എരിവ് മാത്രം മതി. അപ്പോൾ ഈ പച്ചമണം മാറുന്നവരെ, പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു പ്രത്യേക ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസാണ്. ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും, ഒരു ടേബിൾ സ്പൂണോളം സോയ സോസുമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളുടെ കട്ട്ലേറ്റിന് പ്രത്യേക സ്വാദ് വരുന്നത്. നമ്മൾ സാധാരണ ഈ സോസൊന്നും ഇടാതെ തയ്യാറാക്കുമ്പം അതിനേക്കാളും രുചി ഒന്നും കൂടി വ്യത്യാസമാണ് സോസും അതുപോലെ ചെറിയ ഉള്ളിയും ചേർക്കുമ്പോഴുള്ള ആ ഒരു രുചി. ഇനി നമ്മൾ ചിക്കൻ മിക്സിയുടെ ജാറിലേക്ക് പൾസ് മോഡിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ മസാലയും ചിക്കനും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 3-4 മിനിറ്റ് നന്നായിട്ട് കണ്ടിന്യൂസ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ സ്പാച്ചിൽ മാറ്റി നല്ല ഈ ഒരു മരത്തിൻ്റെ തവി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനും ആ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പൊട്ടറ്റോയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം പാടില്ല. നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ നന്നായിട്ട് വെള്ളം മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് പിടിക്കുമ്പം അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടി ഒരു 3-4 മിനിറ്റോളം നമ്മളുടെ ആ ഒരു വെള്ളമയമൊക്കെ മാറുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്ത് ആ വെള്ളമയം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതേ നല്ല ഡ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമ്മളുടെ കട്ട്ലേറ്റ് പിടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചിക്കനും പൊട്ടറ്റോയും എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് ഒരു എന്താ പറയുക, നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ വെള്ളമയം ഇല്ല. അതുവരെ നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ആ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കി എടുക്കുക. ഇനി നമുക്കിതെല്ലാം തന്നെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് പിടിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ, ഇത് ഒരുപാട് വലുതായിട്ടല്ല കേട്ടോ, മീഡിയം സൈസ് അളവാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. തീരെ ചെറുതുമല്ല എന്നാൽ തീരെ വലുതുമല്ലാത്തൊരു രീതി. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു മീഡിയം സൈസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് അഥവാ വലുതായിട്ട് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൻ്റെ കട്ടിയും എന്താ പറയുക സൈസും വലുതാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് ഈ ഒരു അളവിൽ ഒരു 20-22 എണ്ണം തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ മുട്ടയും കൂടി ഒരുമിച്ചല്ല, ഓരോരോ മുട്ടയായിട്ടാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അത് തീർന്നതിന് ശേഷം അടുത്ത് എടുക്കും. പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയിലായിട്ട് നമ്മളുടെ ഈ ഒരു നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിൽ നമ്മൾ മുട്ടയിൽ മുക്കിയ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കരുത്. കാരണം അതിൽ നിന്നുള്ള എന്താ പറയുക വെള്ളമയമൊക്കെ ബ്രെഡ് ക്രംസിലോട്ട് വരും. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നും പിടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം തന്നെ ഇങ്ങനെ ഓരോന്നും പിടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരിക. ആദ്യം തന്നെ നല്ല ഇത്തിരി ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരും. അപ്പം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒന്നും എടുത്തിട്ടില്ല. സാധാരണ ഇത് മുക്കി പൊരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു പാടൊന്നും വരത്തില്ല കേട്ടോ, മുക്കി പൊരിച്ചെടുക്കാൻ. പക്ഷേ ഞാനിവിടെ ഒരുപാട് എണ്ണ ഒന്നും നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണ കളയും. പിന്നീട് നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഒരുപാട് എണ്ണ ഞാൻ എടുത്തിട്ടില്ല, ആവശ്യമായ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ബാക്കിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമായിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കി നമുക്ക് സിപ്ലോക്ക് കവറിൽ സ്റ്റോർ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മളുടെ അടിപൊളി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. ഈ ഒരു ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് തയ്യാറാക്കി നോക്കുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി തന്നെയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. അവർ നല്ലൊരു അഭിപ്രായം തന്നെയായിരിക്കും ഈ ഒരു കട്ട്ലേറ്റിന് പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ള വീണ്ടും വീഡിയോസിനായിട്ട് വരുന്നതാണ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.